നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. സാമൂഹിക സേവനം ഒരു ശിക്ഷയോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നപ്പോൾ അതിൽ സർക്കാർ നിഷ്കർഷിച്ച ഒരു പുതിയ തരം ശിക്ഷാവിധിയാണ് സാമൂഹിക സേവനം അഥവാ കമ്മ്യൂണിറ്റി സർവീസിംഗ്. ഇതിൽ നിയമപരമായി ഒരാളെ ചില സേവനങ്ങൾ ചെയ്യുവാൻ പറഞ്ഞുവിടുകയാണ്. ജയിലിൽ അടയ്ക്കുന്നതിന് പകരം അയാൾ ചില പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളിൽ അതുമല്ലെങ്കിൽ ചില സാമൂഹിക അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ള നിർദ്ദേശമായിരിക്കും കൊടുക്കുന്നത്. അതിന് പ്രതിഫലമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടായാൽ ഉള്ള ഗുണങ്ങൾ ആ ആളിന് താൻ ചെയ്ത കുറ്റകൃത്യത്തിൽ പശ്ചാത്താപമുണ്ടാക്കാനും സമൂഹത്തെ സ്നേഹിച്ചും സേവിച്ചും ജീവിക്കുന്നതിൽ തനിക്കുണ്ടാകുന്ന വിലയും മൂല്യവും മനസ്സിലാക്കിക്കുവാനും അങ്ങനെ ഒരു കുറ്റവാളി മനസ്ഥിതിയുള്ള ഒരാളെ മെല്ലെ മെല്ലെ സാമൂഹിക പരിവർത്തനത്തിലൂടെ സമൂഹത്തിലേക്ക് തന്നെ കൈപിടിച്ച് നടത്താനും ലക്ഷ്യമിടുകയാണ് ചെയ്തിരിക്കുന്നത്. സാമൂഹിക സേവനം യഥാർത്ഥത്തിലൊരു ശിക്ഷയല്ല, അതൊരു പരിവർത്തനോന്മുഖമായ നീക്കമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, ന്യായസംഹിത നിലവിൽ വന്നിട്ടില്ല, അതിനു മുൻപേ നമ്മുടെ സഞ്ജു ടെക്കിയെ പോലുള്ള ആളുകൾക്ക് സാമൂഹിക സേവനം ശിക്ഷയായി നൽകിക്കഴിഞ്ഞു. അതെങ്ങനെ സാധിക്കും? അതിന് കേരളത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ ഒരു പ്രത്യേക വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് 4-ാം വകുപ്പ് പ്രകാരം കമ്മ്യൂണിറ്റി സർവീസിംഗ് അഥവാ സാമൂഹിക സേവനത്തെ നിർവചിക്കുന്നു. ഇതേ രീതിയിലുള്ള ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന സാമൂഹിക സേവനം നിർബന്ധിതമാക്കി മാറ്റിയിരിക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളിലും. അതിൽ ലൈസൻസ് സംബന്ധിച്ച കുറ്റകൃത്യങ്ങളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക്, നമ്മുടെ സഞ്ജു ടെക്കിയെ പോലെ അദ്ദേഹം നീന്തൽക്കുളം ഉണ്ടാക്കി വാഹനത്തിൽ സഞ്ചരിച്ചു എന്നുള്ള കുറ്റകൃത്യമാണല്ലോ എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ നാശോന്മുഖമായ പ്രവർത്തനങ്ങളിൽ, എന്നാൽ അത്രത്തോളം നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ വലിയ ശിക്ഷകളിലേക്ക് പോകാത്ത വിധത്തിലുള്ള ഇടത്തരം കുറ്റകൃത്യങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ വകുപ്പിനും ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു സാമൂഹിക സേവനത്തിൻ്റെ ശിക്ഷ നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. ആ നിയമം ഉപയോഗിച്ചാണ് നമ്മുടെ സഞ്ജു ടെക്കിയെ പോലുള്ള ആളുകൾ ഇപ്പോൾ സാമൂഹിക സേവനത്തിൽ ഏർപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടഡ് ആയിട്ടുള്ള ആദ്യത്തെ സാമൂഹിക സേവകനാണ് ആ തരത്തിൽ നമ്മുടെ സഞ്ജു ടെക്കി. ഇനിയും ഇതുപോലുള്ള കൂടുതൽ സാമൂഹിക സേവനങ്ങൾ നമ്മുടെ ഇടയിൽ പലരും ചെയ്യുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യൻ പീനൽ കോഡിലും മാറ്റം വരുത്തി ഭാരതീയ ന്യായ സംഹിതയായിട്ട് കൊണ്ടുവന്നുകൊണ്ട് സാമൂഹിക സേവനത്തെ ഒരു ശിക്ഷയാക്കി മാറ്റിയിട്ടുള്ളത്. ആ ശിക്ഷയോടുകൂടി ഒരു കുറ്റവാളിയുടെ മനസ്ഥിതി സമൂഹത്തോട് ഇടപഴകുന്ന രീതിയിൽ മാറി വരും എന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. നമുക്കും പ്രതീക്ഷിക്കാം. നന്ദി.